എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കവർ ചെയ്യുന്നത് വേദാന്ത ലിമിറ്റഡ് ആണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു മൈനിങ് കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. പക്ഷേ കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂസ് റിലേറ്റഡ് ന്യൂസുകൾ വരുമ്പോൾ, അതുപോലെ തന്നെ ഡെറ്റ് റിലേറ്റഡ് ന്യൂസുകൾ വരുമ്പോഴൊക്കെ ധാരാളം നെഗറ്റീവ് ഇമ്പാക്റ്റും കാണിച്ചിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ് വേദാന്ത. ഇതിനൊരു പക്ഷേ വേദാന്തയുടെ മാനേജ്മെൻറ്റിൻ്റെ പല ഡിസിഷൻസും മാർക്കറ്റിൽ പലതരത്തിലുള്ള റിയാക്ഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല നല്ല ഡിവിഡൻഡ് റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷനും കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീമർജർ ഇപ്പോൾ വേദാന്ത മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്ന ഡിസിഷൻ, കഴിഞ്ഞ മാസങ്ങളിൽ എടുത്തിട്ടുള്ള ഡിസിഷൻ എക്സിസ്റ്റിംഗ് കമ്പനീനെ 6 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ്. അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസിഷനാണ്. കാരണം വേദാന്തയുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. കാരണം അതിന് ട്രൂ വാല്യുവേഷൻ റിഫ്ലക്റ്റഡ് അല്ല. ഇപ്പോഴും വേദാന്ത മൈനിങ് കമ്പനി ഒരു കോൺഗ്ലോമറേറ്റ് ആണ്, ഗ്ലോബൽ ജയൻ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രൂ വാല്യുവേഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് അല്ല. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനും കൂടി വേണ്ടി മാത്രമാണ് വേദാന്ത ലിമിറ്റഡിൻ്റെ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കമ്പനി 6 കമ്പനിയായിട്ട് മാറുക. വേദാന്ത ലിമിറ്റഡ് ഉണ്ടായിരിക്കും. വേദാന്ത ലിമിറ്റഡിലെ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ 51% സ്റ്റേക്കും, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സെമി കണ്ടക്ടർ ബിസിനസ് ഉണ്ട്, ജപ്പാനിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സെമി കണ്ടക്ടർ റിലേറ്റഡ് ബിസിനസ്സും വീണ്ടും ഇനി സെമി കണ്ടക്ടർ സെക്ടറിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സും വേദാന്ത ലിമിറ്റഡിലായിരിക്കും. അലുമിനിയം ബിസിനസ് മുഴുവൻ വേദാന്ത അലുമിനിയം മെറ്റൽസ് ലിമിറ്റഡിലേക്ക് മാറ്റും. അതുപോലെ തന്നെ ഗ്യാസ് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് എല്ലാം തന്നെ വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് ലിമിറ്റഡിലേക്ക് മാറ്റും. പവർ റിലേറ്റഡ് ബിസിനസ് എല്ലാം തന്നെ വേദാന്ത പവർ ലിമിറ്റഡിലേക്ക് മാറ്റും. സ്റ്റീൽ ആൻഡ് ഫെറസ് മെറ്റൽ റിലേറ്റഡ് ബിസിനസ് എല്ലാം തന്നെ വേദാന്ത സ്റ്റീൽ ആൻഡ് ഫെറസ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് മാറ്റും. അതുപോലെ തന്നെ ബേസ് മെറ്റൽ റിലേറ്റഡ് ബിസിനസ് എല്ലാം തന്നെ വേദാന്ത ബേസ് മെറ്റൽ ലിമിറ്റഡിലേക്ക് മാറ്റും. ഇങ്ങനെ 6 കമ്പനി ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വേദാന്ത അലുമിനിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വേദാന്ത അലുമിനിയം ലിമിറ്റഡ് ലോകത്തിലെ ആദ്യത്തെ 3 അലുമിനിയം പ്രൊഡ്യൂസിങ് കമ്പനികളിൽ ഒന്നാണ്. ഇപ്പോഴത്തെ അതിൻ്റെ കപ്പാസിറ്റി, എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റി 3 മില്യൺ ടൺ പെർ ആനാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വേദാന്ത അലുമിനിയത്തിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റി 6 മില്യൺ ടൺ പെർ ആനായിട്ട് ഉയർത്താനുള്ള ആക്ടിവിറ്റീസും ഈ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതിനുള്ള ആക്ടിവിറ്റീസും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ $1735 പെർ ടണ്ണാണ് അലുമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. അത് $1550 പെർ ടണ്ണായിട്ട് കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വേദാന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസും വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ 5 മില്യൺ ടൺ പെർ ആനാണ് ഡിമാൻഡ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ 60% നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വേദാന്തയുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ വേദാന്തയ്ക്ക് മാത്രമായിട്ട് തന്നെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അലുമിനിയം പ്രൊഡക്ഷനിൽ ഇന്ത്യ ഒരു സെൽഫ് സഫിഷ്യൻസി നേടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒപ്പം നമ്മുടെ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കുതിച്ചുചാട്ടം അലുമിനിയം, കോപ്പർ ഇത്തരത്തിലുള്ള മെറ്റൽസിൻ്റെ ഡിമാൻഡൊക്കെ കൂട്ടും. അതോടുകൂടി തന്നെ നമ്മുടെ ഈ വേദാന്ത അലുമിനിയം മെറ്റൽ ലിമിറ്റഡിൻ്റെ വാല്യുവേഷൻ കൂടുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇനി നമ്മൾ പെർ ക്യാപിറ്റ കൺസംഷൻ അലുമിനിയത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 3 കിലോഗ്രാമുള്ളൂ. നമ്മൾ ചൈനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 30 കിലോഗ്രാമാണ്. ഗ്ലോബൽ ആവറേജ് 12 കിലോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ ബൂം ചെയ്യുമ്പോൾ അലുമിനിയത്തിൻ്റെ ഡിമാൻഡ് കൂടും, പെർ ക്യാപിറ്റ കൺസംഷൻ കൂടും. അതും അലുമിനിയം റിലേറ്റഡ് കമ്പനികളായ വേദാന്തയ്ക്കും ഹിൻഡാൽക്കൊക്കെ വളരെ പോസിറ്റീവായിരിക്കും. ഒരു കപ്പാസിറ്റി കൂടുതലുള്ള കമ്പനി എന്ന നിലയ്ക്ക് വേദാന്തനെ സംബന്ധിച്ച് കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. നമ്മൾ ഗ്ലോബൽ ഡിമാൻഡ് 2015 തൊട്ട് ഈ ധനകാര്യ വർഷം വരെ നോക്കുകയാണെങ്കിൽ 2.4% ഗ്ലോബൽ ഡിമാൻഡ് ഉള്ളൂ. അടുത്ത വർഷങ്ങളിൽ 3% വരെ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ധനകാര്യ വർഷം ഇന്ത്യയിലത്തെ അലുമിനിയത്തിൻ്റെ ഡിമാൻഡ് 14%. ഈ റണ്ണിങ് ഫിനാൻഷ്യൽ ഇയറിൽ നമുക്കത് 17% വരെ ഉയരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ അലുമിനിയം ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും.
കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രൊഡക്ഷൻ കൂടുമ്പോൾ തീർച്ചയായിട്ടും വേദാന്ത അലുമിനിയത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും കൂടുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്ക് ഈ കമ്പനീനെ കുറിച്ചുള്ളത്. ഒപ്പം നമ്മൾ ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ധാരാളം റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു പ്രൊമോട്ടറാണ്. കാരണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെറ്റ് റീപേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഡിവിഡൻഡ് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ലിബറലായിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുകയാണ്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് വെച്ച് നോക്കുക ആണെങ്കിൽ വേദാന്ത ഇന്ത്യയിലത്തെ ഏറ്റവും ഹയസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനികളിൽ ഒന്നാണ്. അതും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഒപ്പം ഡീമർജറും പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗോവയിൽ ഗോവ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് അയൺ ഓർ മൈനിങ് രംഗത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്പനി ആയിരുന്നു വേദാന്ത. ടേക്ക് ഓവർ കമ്പനിയാണ്. കോടതിയിലത്തെ കേസും കുറേ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം പ്രൊഡക്ഷനൊന്നും പലതിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ഒരു മൈനിലും കൂടി അയൺ ഓർ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും അടുത്ത മാസങ്ങളിൽ വേദാന്ത സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റഡ് ആവും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ടോട്ടൽ ഡെറ്റ് $6.6 ബില്യൺ ആണ്. 2027 കൂടിയിട്ട് $3.5 ബില്യൺ താത്തും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ് വന്നിട്ടുള്ളത്. ഒപ്പം 2024, 2025, 2026 വർഷങ്ങളിൽ കൊടുക്കാനുള്ള ഡെറ്റ് പേയ്മെൻറ്റുകളെല്ലാം തന്നെ ബോണ്ടുകളെല്ലാം തന്നെ റീസ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കോസ്റ്റ് സ്വല്പം കൂടുതലാണ്. എന്നിരുന്നാലും ആ കോസ്റ്റിനെ പ്രോഫിറ്റബിലിറ്റിയിൽ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് വേദാന്ത മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് നമ്മൾ ഡീമർജറിന് ശേഷം വേദാന്ത ലിമിറ്റഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ Q4 കഴിഞ്ഞ ധനകാര്യ വർഷത്തെ Q4 ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. കാരണം വേദാന്ത മാനേജ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ ധനകാര്യ വർഷത്തെ 3ാമത്തെ ക്വാർട്ടറിലോ 4ാമത്തെ ക്വാർട്ടറിലോ ഡീമർജർ കംപ്ലീറ്റ് ആവും എന്നുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കണ്ടിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഡീമർജറിന് ശേഷം നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ നല്ല പ്രോഫിറ്റബിലിറ്റിയിലാണ് ഇരിക്കുന്നത്. വീണ്ടും നല്ല ക്യാപിറ്റൽ അപ്രിസിയേഷനും ഡിവിഡൻഡും ലഭിക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് വേദാന്ത ലിമിറ്റഡ്. ഒപ്പം വേദാന്തയുടെ പല ആക്ഷൻസും വേദാന്തയുടെ പ്രോഫിറ്റബിലിറ്റിയൊക്കെ കൂട്ടാണ്. അവർക്ക് ഡിജിറ്റൽ മോഡിലേക്കൂടെയുള്ള സെയിൽസൊക്കെ ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മെറ്റൽ ബസാർ എന്നാണ് പേര്. ആ മെറ്റൽ ബസാറിൽ സെയിൽസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് നമ്മൾ ഡീമർജറിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കറണ്ട് ലെവലിൽ നിന്ന് ഒരുപക്ഷെ നല്ല ബുള്ളിഷ് സിനാരിയൊക്കെ ആണെങ്കിൽ കറണ്ട് ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് ഡബിൾ റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഡീമർജറിന് ശേഷം. അതായത് എല്ലാ ഡീമർജർ കമ്പനികളുടെയും കൂടി വാല്യുവേഷൻ ആഡ് ചെയ്യുമ്പോൾ കറണ്ട് ലെവലിൽ നിന്ന് 100% അപ്രീസിയേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ഒപ്പം നല്ല ഡിവിഡൻഡും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെലിവറി എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വേദാന്ത ലിമിറ്റഡ് വാങ്ങാവുന്നതാണ്. ഒപ്പം ഒരു കാര്യം മനസ്സിൽ ഇരുത്തുക, ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ ഒരു പക്ഷേ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുമ്പോഴൊക്കെ കുറച്ച് വൊളാറ്റിലിറ്റി ഒക്കെ കാണിച്ചേക്കാം. പക്ഷേ ധൈര്യമായിട്ട് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ധൈര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു സേഫ് ബെറ്റാണെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഡെലിവറി ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി വേദാന്ത സജസ്റ്റ് ചെയ്യാണ്. താങ്ക് യു.